പ്രിയമുള്ളവരെ, കർണാടകയിലുള്ളതായ ഒരു ഉസ്താദ്, മദനി ഉസ്താദ്, അദ്ദേഹം ഇന്നലെ അസറിന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കലിമ ഉച്ചരിച്ച് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് സഹോദരങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം പള്ളിയുടെ അകത്തളത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ പള്ളിക്കുള്ളിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള ആ രംഗം സത്യത്തിൽ എല്ലാവരുടെയും ഹൃദയം പിടിച്ചു കുലുക്കുന്നതായ ഒരു വീഡിയോയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നല്ല മരണമാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. അതിന് പ്രത്യേകം നാട് വേണ്ട, നഗരം വേണ്ട, സൗകര്യങ്ങൾ വേണ്ട. അല്ലാഹു തീരുമാനിച്ചത് കൃത്യമായി നടക്കുകയാണ്. പള്ളിയുടെ അകത്തളത്തിൽ ഒളുവോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബാങ്ക് മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ തന്നെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ തീർച്ചയായും വിജയിക്കും, സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ദൂതരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ പൂർണ്ണമാണ്. ചൊല്ലിക്കൊണ്ട് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ബാങ്ക് വിളി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഖുർആനിലൂടെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ ക്ഷണിതാക്കളേക്കാൾ വലിയ ഉന്നതമായ വ്യക്തിത്വങ്ങൾ ആരാണുള്ളത്? ബാങ്ക് വിളിക്കുന്നവരുടെ മഹത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വചനമാണ്. സഹോദരങ്ങളെ, ചർച്ച കാണാം പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ. പള്ളിയിലെ ഖതീബിന്, ഇമാമിന് ആണോ ഏറ്റവും കൂടുതൽ പവറുള്ളത്, അതല്ല മുഅദ്ദിനാണോ? മുഅദ്ദിനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് കൂടുതൽ, വളരെയേറെ മഹത്വമുണ്ട്. എന്നാൽ ഇമാമിനാണെന്ന് പറഞ്ഞവരുമുണ്ട്. എന്തുകൊണ്ടാണ് മുഅദ്ദിനാണ് എന്ന് പറയാൻ കാരണം? മുഅദ്ദിൻ എന്നാണ് അവരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാണ്, റബ്ബിലേക്ക് അറിയിക്കുന്നവരാണ്. അവർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നവരാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, അള്ളാഹുവാണ് വലിയവൻ, ഉന്നതൻ, ഔന്നത്യമുള്ളവൻ. ഇത് ലോകരെ അറിയിക്കുന്നവരാണവർ. അതുകൊണ്ട് അവരെ ഏറ്റവും ഉന്നതിയിലുള്ളവരാണ്. 12 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ 8 വർഷമോ ഒക്കെ യാതൊരുവിധ കൂലി പ്രതീക്ഷിക്കാതെ ആരെങ്കിലും ബാങ്ക് മുഴക്കി ജനങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുകയും നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്താൽ അവന് തീർച്ചയായും സ്വർഗം അല്ലാഹു. ബാങ്കും ഇഖാമത്തുമുള്ളത് സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമാണ്. പുരുഷന്മാർ 2 വഖത്ത് ഒരുമിച്ച് നമസ്കരിക്കുന്ന യാത്രാവേളയിലൊക്കെ തന്നെ ബാങ്ക് ആദ്യം കൊടുക്കുകയും ശേഷം ഇഖാമത്ത് ആദ്യത്തേതിന് കൊടുക്കുകയും അടുത്ത വഖത്തുകളുണ്ടെങ്കിൽ അതിൽ ഇഖാമത്ത് കൊണ്ട് വീണ്ടും നിർവഹിക്കുകയും വേണം. സ്ത്രീകൾ എല്ലായ്പ്പോഴും അവർ ഇഖാമത്ത് നൽകിയതിന് ശേഷമാണ് അവർ നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇത് സ്ത്രീകളൊക്കെ പഠിച്ചു വെക്കണം. അപ്പോൾ ബാങ്കും ഇഖാമത്തും നിസ്സാരമല്ല, അത് വളരെ ശക്തിമത്തായ സുന്നത്തായ അമലുകളിൽ പെട്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മക്കത്തുൽ മുക്കറമയിലാണ് ഞാൻ നിലകൊള്ളുന്നത്. മക്കയിലെ മുഅദ്ദിൻ്റെ പേരാണ് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ആണ് മക്കയിലെ മുഅദ്ദിൻ. മദീനയിലെ മുഅദ്ദിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅദ്ദിനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു.
ചുരുക്കി പറഞ്ഞാൽ ബാങ്കിന് വളരെയേറെ മഹത്വമുള്ളതാണ്, പോരിശയുള്ളതാണ്. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹുനും അബൂ മഹ്ദൂറ റളിയല്ലാഹുനും ഒക്കെ മനോഹരമായി വിളിച്ച ആ ബാങ്കിൻ്റെ തൽഫലങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്നും ലോകവിശ്വാസികൾ അതേപോലെ തുടർത്തിക്കൊണ്ടുവരികയാണ്. കർണാടകയിലുള്ള ആ മദനി ഉസ്താദ് മരണപ്പെട്ടുപോയ വ്യക്തി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തട്ടെ, ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, സ്വർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കാരണമായി അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ.